കാക്കോച്ചിയെ കണ്ടിട്ട് എന്തിനാ പേടിച്ചോടിയേ? കാക്കോച്ചിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാ. കാക്കോച്ചിയെ കാണാൻ പറ്റുന്നതും കാക്കോച്ചിയുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു ഭാഗ്യ. ആരാ മുത്തിയമ്മേ കാക്കോത്തി? അതോ, അത് വലിയൊരു കഥയാ. കാക്കാലത്ത് സുഭദ്രയുടെ കഥ. പണ്ട് പണ്ട് ഈ കാവ് ശിവന്റെ കാവായിരുന്നു. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, കാക്കാലത്തി സുഭദ്ര. ഏഴഴക്, എണ്ണക്കറപ്പ്, ദൈവളെ പോലെ. ചെമ്പത്തൊടുത്ത് ചെങ്കല്ലു മൂക്കൂട്ടിയിട്ട് കല്ലുമാലയും കക്കമാലയും ഇട്ട് ഈ നാട് മുഴുവൻ പാട്ടും പാടി നടന്നു കാക്കാലത്ത് സുഭദ്ര. സുഭദ്രയുടെ പാട്ട് കേട്ട ചെല്ലമ്പള്ളി മഠത്തിലെ ഇളനീലാണ് സുഭദ്രപ്പടിനോട് വല്ലാത്ത കൊതി. ആരായി ഇളനീലാൻ? ഒറ്റക്കാലൻ, ദുഷ്ടൻ, കശ്മലൻ, ദൈവനെ പോലെ. പാട്ടും പാടി നടന്ന കാക്കാലത്തി സുഭദ്രയുടെ പിന്നാലെ കൊതിയോടങ്ങനെ പാത്തും പതുങ്ങി നടന്നു ഒറ്റക്കാലൻ ഇളനീലാൻ. ഒരിക്കൽ മലക്കറവന്മാരുടെ കുതിരി ഉത്സവത്തിന് നാടകം കളിക്കാൻ വന്ന പാണ്ടിക്കാരുടെ നാടകത്തിൽ ഒരു ഭാഗവതരുണ്ടായിരുന്നു. രസികൻ, മിടുമിടുക്കൻ, കണ്ടാലോ കാമദേവൻ, ദൈവം തന്നെ. ഭാഗവതരുടെ പാട്ട് കേട്ട സുഭദ്ര ഭാഗവതരെ നോക്കി അങ്ങിരുന്നു. എന്തിനു പറയുന്നു, 10ാം ഉത്സവത്തിന്റെ അന്ന് ഭാഗവതരും സുഭദ്രയെ ലോകത്തിലായി. നാട് മുഴുവൻ ഭാഗവതരും സുഭദ്രയും പാട്ടും പാടി നടന്നു. ഒറ്റക്കാലിന് ഇളമീലാന്റെ മനസ്സിലോ പകയും കുശുമ്പും അങ്ങനെ അങ്ങ് നിറഞ്ഞു. ഒരു മേടമാസ സന്ധ്യയില് അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് പഞ്ചാമൃതവും പ്രസാദവും ഒക്കെയായി ഭാഗവതരെ കാണാൻ ചെന്ന സുഭദ്ര കണ്ടതെന്തവാ? ഹാർമോണിപ്പെട്ടിയുടെ അടുത്ത് ചത്ത് കിടക്കുന്ന ഭാഗവതരെ. വേണ്ട നിൽക്കുന്നു ഒറ്റക്കാലും ഇളനീലാനും കുറെ ചട്ടമ്പികളും സുഭദ്രേനെ പിടിക്കാൻ. ഒറ്റ ഓട്ടായിരുന്നു സുഭദ്ര ശിവന്റെ നടയിലോട്ട്, ഇളനീലാനും ചട്ടമ്പികളും പിന്നാലെ. കാവിനകത്തിട്ട് അവര് സുഭദ്രയെ വലിച്ചഴച്ചു. അവിടെ കല്ലുമാലയും കക്കമാലയും ഒക്കെ പൊട്ടിച്ചെതറി. ഒരു വിലവശയായ അവൾ ശിവപ്രതിഷ്ഠയിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അന്നേരെ എവിടെ നിന്നെന്നറിഞ്ഞില്ല, സുഭദ്രയ്ക്ക് വല്ലാത്തൊരു ശക്തി അങ്ങ് വന്നു. ശിവലിംഗം കയ്യിലെടുത്ത് വട്ടം ചുഴറ്റി ഒറ്റയടി ഇളമീലാന്റെ തലയ്ക്ക്. ഇളമീലാൻ പിടഞ്ഞു വീണു മരിച്ചു. കാക്കാലത്ത് സുഭദ്ര കാവിലു കുടിയേറി. അന്നു മുതൽ ശിവന്റെ ഈ കാവ് കാക്കോത്തിക്കാവായി. ഇന്നും വെള്ളാരം കല്ലുകൾ കൊണ്ട് മാല കെട്ടി ഭാഗവതരെയും കാത്തിരിക്കുക കാക്കോത്തി സുഭദ്ര. വെള്ളാരം കല്ലുകൾ ആ നടക്ക വെച്ചു പ്രാർത്ഥിച്ചോളൂ, എന്താഗ്രഹവും കാക്കോത്തി സാധിച്ചു തരും. എവിടായിരുന്നു തരുന്നേരം നോക്കുന്നുണ്ടല്ലോ അവൻ. എടാ ഇതുവരെ എവിടെയായിരുന്നു? പള്ളുക്കുടം വിട്ടിട്ട് നേരെ ഒത്തരയായി. രാവിലെ കാളിക്ക് ഇച്ചിരി കച്ചി പോലിട്ട് കൊടുക്കാതെ എന്തുവാ നിന്നോട് ദിവസം മോന്ത മാത്രമായിട്ട് അവനിങ്ങ് വന്നോളൂ. പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊന്നുകളഞ്ഞാൽ പോടാ.
വെച്ച് വിളമ്പുന്നവർക്ക് ഉപകാരം വേണം. ഇന്നിനി പച്ചവെള്ളം ഞാൻ തരത്തില്ല. പട്ടിണി കിടക്ക്. 1-2 ദിവസം ഒന്നും ചെന്നില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ടീച്ചർ പുതിയതായിട്ട് വന്നതാണോ? കാലമത്തായി സാറിന് പകരം വന്നതാണോ ടീച്ചർ? ടീച്ചറിന്റെ വീട് എവിടാ? പേരെന്താ ടീച്ചർ? ആ ബഹളം വേണ്ട. ഇനി ഞാനാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, വത്സല ടീച്ചർ. ഇനി എന്തൊക്കെ അറിയണ്ടേ? ടീച്ചർ തല്ലുവോ? പിന്നെ പറഞ്ഞതനുസരിക്കാതെയും പഠിക്കാതെ ഇരുന്നാൽ തീർച്ചയായും തല്ലും. ഇനി ആരാ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ഒന്നാമൻ. ആരാ ഉണ്ണി? മിടുക്കൻ. ആ ഇനി ആരാ പഠിക്കാൻ ഏറ്റവും മോശം? ബഹളം വയ്ക്കാതെ ഇരിക്കൂ. ആരാ മുരളി? മുരളി പാട്ടിന് ഫസ്റ്റാ ടീച്ചർ. അതെയോ? പാട്ടില് മാത്രം മതിയോ? പഠിത്തത്തിൽ ഒന്നാമനാവണ്ടേ? ഇരുന്നോളൂ. ടീച്ചറെ കാള പ്രസവിക്കോ? വണ്ടിക്കാള പ്രസവിക്കോ? കാളയല്ലല്ലോ, പശുവല്ലേ പ്രസവിക്കുന്നത്. ഇവിടെ ഒരു കാള പ്രസവിച്ചിട്ടുണ്ട് ടീച്ചർ. ഈ മുരളിയെ കാള പറ്റുതാ. മുരളി എന്താ ഇത്? എന്തായി കാണിക്കുന്നേ? വിടോ, വിടാൻ വിടാനാണ് പറഞ്ഞത്. വിടോ, മാറി നിൽക്കാൻ അങ്ങോട്ട്. പറഞ്ഞാൽ അനുസരിക്കത്തില്ല അല്ലേ? എന്താ ടീച്ചർ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല, പിള്ളേർ തമ്മിൽ വഴക്കിട്ടതാ. ഇവനിതൊരു പതിവാ ടീച്ചറെ. ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല, മഹാശല്യവാ. വാടാ, നിന്നെ ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേണ്ട ടീച്ചർ, എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. ടീച്ചറങ്ങ് വിട്ടേ. ടീച്ചറെ പുതിയതായിട്ട് വന്നതുകൊണ്ട് തോന്നുന്നതാ. ഇവനെയൊക്കെ എനിക്കറിയാൻ പാടില്ലാത്തോടോ. വാടാ അവിടെ. ടീച്ചർ വേണ്ട, പിന്നെ